SR ഖലീജി കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖാണല്ലോ. ഞാൻ ഷെഫ് മുസൈഫ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾ നോക്കിക്കേ, കാടയായിട്ടാണ്. ഞാനിവിടെ 12 കാട കോഴി എടുത്തിട്ടുണ്ട്. കാടയാണ്. ഞാൻ ഇതേമാതിരി ഈ പുലർന്ന് നല്ലപോലെ വാഷ് ചെയ്തൊക്കെ എടുത്തതാണ്. ഇതാ നോക്കിക്കാണി. ഇന്ന് നമുക്ക് കാടയൊന്ന് ഫ്രൈ ആക്കി നോക്കാം. അതിന് എന്തൊക്കെയാണെന്ന് മസാല വേണ്ടതെന്നൊന്ന് നമുക്ക് നോക്കാം. ഞാൻ ഇതേമാതിരി ഒരു ബോൾ എടുത്തിട്ടുണ്ട്. ആ ബോളിലോട്ട് നമുക്ക് ഈ മസാല ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നോക്കിക്കേ, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, 3/4 ടീസ്പൂൺ ചില്ലി പൗഡർ എടുത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ ജിഞ്ചർ പൗഡർ എടുത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്, ആവശ്യത്തിന് ഉപ്പ് എടുത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ ജീരക പൗഡർ എടുത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ ബ്ലാക്ക് പേപ്പർ എടുത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ ഗാർലിക് പൗഡർ എടുത്തിട്ടുണ്ട്. ഇത്രയും സാധനം ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. അതാ നോക്കിക്കേ, ഞാൻ ഇതേമാതിരി ബോൾ എടുത്ത ബോളിനകത്തോട്ട് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ 2 ടീസ്പൂൺ ലെമൺ ജ്യൂസാണ്. അതിനകത്ത് കുറച്ച് മതി, ലെമൺ ജ്യൂസ് തോനെ വേണ്ട, അല്പം ലെമൺ ജ്യൂസ്. പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ കുക്കിംഗ് ഓയിലാണ്. 2 ടീസ്പൂൺ ഓയിലും കൂടെ നമുക്ക് അതിനകത്തോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് നല്ലപോലെ ഈ മസാല ഒന്ന് മിക്സാക്കി എടുക്കണം. മിക്സാക്കിയതിന് ശേഷം ഇതിനകത്തോട്ടിട്ട് നമുക്കൊന്ന് പുരട്ടി വെക്കാം. ഇതാ നോക്കിക്കേ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇത് നല്ലതുപോലെ നമുക്ക് ഇതേപോലെ ഒന്ന് മസാല ആക്കണം. ഈ മസാല ആക്കിയിട്ട് തൈരും ഒന്നും വേണ്ട, ഇതിൽ തൈരൊന്നും ഞാൻ ചേർക്കുന്നില്ല. നോക്കിക്കേ, ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് പേസ്റ്റാക്കി എടുത്ത് ഈ പേസ്റ്റാക്കി എടുത്തതിന് ശേഷം ഈ കാട നമുക്ക് ഇതിനകത്തോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. ബിസ്മില്ലാ, വറക്കത്തില്ല. നോക്കിക്കേ, കാട അതിനകത്തോട്ടൊന്ന് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ നമുക്കൊന്ന് മസാലയാക്കി ഇത് നല്ലതുപോലെ ഒന്ന് മസാലയാക്കണം. ഇപ്പം നോക്കിക്കേ, ഞാൻ ഇതിൽ എല്ലാ സ്ഥലങ്ങളിലും മസാല ആക്കിയിട്ടുണ്ട്. അകത്തും പുറത്തും എല്ലാം നല്ലതുപോലെ മസാലയാക്കി പൊളിപ്പൊപ്പിളാക്കി ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇത് നോക്കിക്കേ, പൊളിപ്പൊപ്പിളാപ്പിയാണ്. നോക്കിക്കാണ്, ഇത് ഫ്രൈ ആക്കിയാലും പൊളിപ്പൊപ്പിളാപ്പിയാണ് കഴിക്കാനായിട്ട് സൂപ്പർ. ഇത് നമുക്ക് ഇനി ഒന്ന് ഫ്രിഡ്ജിലോട്ട് വെക്കാം. ഫ്രിഡ്ജിലായാലും പുറത്തായാലും കുഴപ്പമില്ല, എവിടെയായാലും വെക്കാം. നമുക്ക് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. മസാലയാക്കി വെച്ച കാട ഇവിടെ ടൈം കറക്റ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് ഫ്രൈ ആക്കാം. ഞാനൊരു ഫ്രൈ പാനിലോട്ട് എണ്ണ വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ഈ കാട ഇട്ട് കൊടുക്കാം, ഫ്രൈ ആക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അതിനകത്തേക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. നമ്മളെ കാട ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഞാൻ നോക്കിക്കാണി, അല്ലാഹ് തബാറകത്ത് റഹ്മാൻ. ഞാൻ കാട ഇവിടെ കോരയാണ്, കണ്ടല്ലോ, നല്ല ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതാ നോക്കിക്കേ, അടിപൊളിയായിട്ടുണ്ട്. ബിസ്മില്ലാ. എല്ലാം ഞാനത് പൊരിച്ച് കോരി കഴിഞ്ഞു. എല്ലാം ഫ്രൈ ആക്കി കഴിഞ്ഞു. ഇതാ നോക്കിക്കേ, കാട പൊരിച്ചത് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നിങ്ങൾ കണ്ടു നോക്കിക്കാണി, അടിപൊളിയായി. ഞാൻ ഇതേമാതിരി ഒരു പ്ലേറ്റ് എടുത്ത് ഈ പ്ലേറ്റിനകത്തോട്ട് എല്ലാം നമുക്ക് ഇതിനകത്തോട്ട് ഒന്ന് വെച്ചു കൊടുക്കാം. ഇതാ നോക്കിക്കേ, എല്ലാം ഇതിനകത്തോട്ട് നമുക്കൊന്ന് വെച്ചു കൊടുക്കാം. ബിസ്മില്ലാ. കാട ഫ്രൈ ഇവിടെ തയ്യാറായിട്ടുണ്ട്. അതിന്റെ മുകളിലോട്ട് നമുക്കൊരു അല്പം ഫ്രഞ്ച് ഫ്രൈയും കൂടെ ഇട്ടു കൊടുക്കാം. അതിന്റെ കൂട്ടത്തിൽ ഞാൻ ഫ്രഞ്ച് ഫ്രൈയും കൂടെ പൊരിച്ച് അതിന്റെ മുകളിലോട്ട് ഒരു അല്പം അങ്ങോട്ട് ഇട്ടു കൊടുക്കും. കാട ഫ്രൈയും ഫ്രഞ്ച് ഫ്രൈസും കൂടെ ഇങ്ങനെ നമുക്കൊന്ന് സർവ് ചെയ്ത് കൊടുക്കാം. നോക്കിക്കേ, ഇതെങ്ങനെ ഉണ്ടെന്ന് നോക്കിക്കേ. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. ഈ കാട ഫ്രൈ അടിപൊളിയാണ്. ആരും തയ്യാറാക്കാതിരിക്കരുത്. അത്ര നല്ല ഒരു ഡിഷാണ് നമ്മളെ മക്കൾക്കൊക്കെ കൊടുക്കാൻ. എല്ലാവരും തയ്യാറാക്കിയിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെ ഫാമിലിയൊക്കെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തന്നെ സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.